ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. സൂര്യൻ നിൽക്കുന്ന ഭാവത്തിൻ്റെ ബലം നിങ്ങൾക്ക് കിട്ടുകയില്ല, നിങ്ങൾ അതിനെ തേടിപ്പോണം. ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. 12 രാശികളും 9 ഗ്രഹങ്ങളും 9 പ്ലസ് ഗുളികൻ ലഗ്നം 11 പോയിന്റ്സ് ഇതിനെ കൊണ്ടും 27 നക്ഷത്രങ്ങളെ കൊണ്ടും നമ്മൾ ഫലം പറയുമ്പോൾ അതില് നമ്മൾ രാശി എന്നതിലുപരി ഭാവം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഏതൊരു കാര്യമാണോ സംഭവിക്കുന്നത്, നികഴ്വെന്ന് തമിഴ് പറയും, ആ നികഴ്വുകളെ തേടാനായിട്ട് ഭാവം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ തമിഴ് അസ്ട്രോളജി പ്രകാരം ഒരു ഗ്രഹം ഇരിക്കുന്ന ഭാവം നമുക്ക് നോക്കുമ്പോൾ തന്നെ ചില പോയിന്റ്സ് പറയാനായിട്ട് സാധിക്കും. ഇത് ഞാൻ തമിഴ് അസ്ട്രോളജിയും വരാഹ ഹോരയും കൂടി കണക്ട് ചെയ്ത് പറയുന്നതാണ്. വരാഹ ഹോരയില് ഒരു പ്രമാണമുണ്ട്. കാലാത്മാ ദിനഹൃത് മനസ്തുഹിനവോ സത്വം കുജോ വചോ ജീവോ ജ്ഞാനസുഖോ സിതാശ്ച മദന ദുഃഖം ദിനേശാത്മജ രാജാനോ രവി ശീതസുതോ നേതോ കുമാരോ ബുധോ സൂര്യർദാനവ പൂജിതശ്ച സജീവോ പ്രേഷ്യ സഹസ്രാംശുജ എന്നാണ് പ്രമാണം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? കാലാത്മാ ദിനഹൃത് മന തുഹിനകോ സത്വം കുജോ വജോ ജീവോ ജ്ഞാനസുഖോ സിതാശ്ച മദന ദുഃഖം ദിനേശാത്മജ രാജാനോ രവി ക്ഷിതിസുതൗ നേതാ കുമാരൗ ബുധൗ സൂര്യർദാനവ പൂജിതശ്ച സജീവ പ്രേക്ഷ്യ സഹസ്രാംശുജ എന്ന പ്രമാണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇന്റർ കണക്ട് ചെയ്ത് ചിന്തിക്കാം. ഇപ്പൊ ഞാൻ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ കാര്യം പറയാം. സൂര്യൻ നിങ്ങളുടെ ജാതകത്തിൽ എത്രാം ഭാവത്തിലിരിക്കുന്നു, എത്രാം ഭാവത്തില്, ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാശിയുമായിട്ട് ചെറിയ വ്യത്യാസം ഉണ്ട്. രാശി, ഇന്ന രാശി എന്നുള്ളത് ആ ഡിഗ്രി വെച്ചിട്ട് കണക്കാക്കാൻ പറ്റും. ഇന്ന രാശി എന്നുള്ളത് ഡിഗ്രി വെച്ചിട്ട് കണക്കാക്കാൻ പറ്റും. മേഷരാശി എന്ന് പറഞ്ഞാൽ 0 മുതൽ 30 ഡിഗ്രി വരെ. അപ്പൊ ഇവിടെ 26 ഡിഗ്രിയിൽ ലഗ്നം ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ, 26 ഡിഗ്രിയിൽ ലഗ്നം ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ, ശ്രീപതി മെത്തേഡ് പ്രകാരം 26 നിന്ന് 15 കുറച്ച് 15 കുട്ടി ഒന്നാമത്തെ ഭാവം എടുത്ത് അത്തരത്തില് ഓരോ ഭാവങ്ങളെയും കണക്ട് ചെയ്ത് അതിലിരിക്കുന്ന ഗ്രഹങ്ങൾ ഏതാണോ ആ ഗ്രഹങ്ങളുടെ ഡിഗ്രി ഇതിൽ എത്രാമത്തെ ഭാവത്തിൽ വരും ആ ഡിഗ്രി എടുക്കുന്നു എന്നുള്ളൊരു കാൽക്കുലേഷൻ. അപ്പൊ രാശിയിൽ നിന്ന് ഭാവം വ്യത്യാസം വരും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് മനസ്സിലാവുന്ന മാത്രം കേട്ടാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് ബലം കിട്ടണമെങ്കിലേ നിങ്ങൾ ഭാവമുന എടുക്കണം എന്നുള്ളതാണ്. ഞാൻ കുറെ വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ എനിക്കും ഭാവമുന എടുക്കുമ്പോഴാണ് ഫലം ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. പലതരത്തിലുള്ള ഭാവമുന എടുക്കുന്ന മെത്തേഡുകളും സോഫ്റ്റ്വെയർ തന്നെയാണെങ്കിലും പല മെത്തേഡ്സ് സോഫ്റ്റ്വെയറിൽ തന്നെ ഉണ്ട്. ഇപ്പൊ KP മെത്തേഡ് ആയിരിക്കട്ടെ, അതിൽ ഭാവമുന എടുക്കുന്നുണ്ട്. ഈ പ്ലാസിഡസ് ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അതിലൊക്കെ ഭാവമുന എടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ ഭാവത്തിന്റെ അളവും ഡിഗ്രിയിൽ വ്യത്യാസം വരും. കാരണം അണ്ഡാകൃതിയിലാണ് ഇരിക്കുന്നത്, ഗോളം ഇരിക്കുന്നത് ഗോളാകൃതിയാണല്ലോ. അപ്പൊ ഭാവവും രാശിയും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. ഒരു ഭാവത്തില് ഇരിക്കുന്ന ഗ്രഹം, രാശിയിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരുന്നാലും ഭാവ ചക്രം നിങ്ങൾ നോക്കിയിട്ട് എത്രാം ഭാവത്തിലാണോ സൂര്യൻ ഇരിക്കുന്നത് ആ ഭാവത്തിന്റെ കാരകത്വത്തെ നിങ്ങൾ തേടി പോകേണ്ടി വരും. എന്ന് വെച്ചാൽ എന്താ?
അപ്പൊ തമിഴ് അസ്ട്രോളജിയിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഉൾത്തുടർവ്, രണ്ട് വെളിത്തുടർവ്. ഒന്ന് നമ്മൾ അങ്ങോട്ട് തേടി പോണം, ചിലത് നമ്മളെ തേടി വരും, വേണ്ടെങ്കിലും തേടി വരും. ചിലത് നമ്മൾ അങ്ങാട് തേടി പോകണം, തേടി പോയാലും ചിലപ്പോൾ കിട്ടത്തില്ല. സൂര്യൻ ഇരിക്കുന്ന ഭാവത്തിന്റെ ഫലം നിങ്ങൾ അങ്ങോട്ട് തേടി പോകേണ്ടി വരും. സൂര്യൻ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ഇരിക്കുമല്ലോ, 12 ഏതെങ്കിലും ഒരു ഭാവത്തിൽ നിങ്ങൾ അങ്ങോട്ട് തേടി പോകേണ്ടതായിട്ട് വരുമെന്നാണ് കണക്ക്. കാരണം ഞാൻ പറയാം, ഉദാഹരണം പറയാം. ഇപ്പൊ സൂര്യൻ 2ാം ഭാവത്തിലേക്ക്, ലഗ്നം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യ നിങ്ങൾ തേടി പോയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. ചിലപ്പോൾ എലിമെന്ററി എഡ്യൂക്കേഷൻ ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ആയിട്ട് പിന്നീട് തന്നെത്താനെ പഠിച്ച് നിങ്ങൾ അതിൽ എക്സ്പെർട്ട് ആവേണ്ടി വരും. ധനം ചിലപ്പോൾ വീട്ടിൽ കാര്യമായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾ സമ്പാദിച്ച് നിങ്ങൾ തേടിപ്പോയി നിങ്ങൾ ധനം നേടേണ്ടി വരും. നിങ്ങൾ തന്നെ ഫാമിലി ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പൊ 2ാമത്തെ ഭാവത്തിന്റെ കാരകത്വമായ, നിങ്ങൾ മലയാളം അസ്ട്രോളജി പഠിച്ചെങ്കിൽ ഭർത്തവ്യാമഖിലം വിത്തം വാണി ചക്ഷുസ്സ ദക്ഷിണം വിദ്യാചവിത ഹേതൽ സർവം ചിന്തനീയം ദ്വിതീയത എന്ന പ്രമാണം എടുത്തുള്ള. സപ്പോസ് 7ാം ഭാവമാണെങ്കിലോ, 7ാം ഭാവത്തിൽ സൂര്യൻ ഇരിക്കുകയാണ്, ഇത് നീചരാശിയാണ് 7ാം ഭാവത്തിൽ. ഉറപ്പായിട്ട് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തേടിപ്പോയാലും കിട്ടാനും കുറച്ച് പാടാണ്. ഏതാ 7ാം ഭാവം. 7ാം ഭാവത്തിന്റെ കാരകത്വം എന്താ? വിവാഹേ മദനാലോകെ ഭാര്യ ഭർത്തൃസമാഗമ ശയ്യ സ്ത്രീ സന്മ നഷ്ട അർത്ഥം മൈഥുനാനപി സപ്തമാൽ. അപ്പൊ 7ാം ഇത് ബേസിക് പ്രമാണമാണ്. തമിഴ് അസ്ട്രോളജിയിൽ ഒത്തിരി കാര്യങ്ങൾ കണക്ട് ചെയ്ത് എടുക്കും. അതിൽ തന്നെ ഏതെടുക്കണം, അതായത് ഒരാൾ പ്രശ്നം വെക്കാൻ പറഞ്ഞ സമയത്ത് 7ാം ഭാവം പോയി എന്ന് വെച്ചിട്ട് കല്യാണം പോയി എന്ന് പറയണോ, ഭാര്യ ഇട്ടേച്ച് പോയി എന്ന് പറയണോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ട് പ്രശ്നം ഉണ്ടായി എന്ന് പറയണോ, കള്ളൻ സാധനങ്ങൾ കട്ടുകൊണ്ടുപോയി എന്ന് പറയണമോ, നിങ്ങൾ യാത്ര പോകാൻ പോകുന്നു, യാത്രയാണ് ചിന്തിക്കണമെന്ന് ഏത് പറയണമെന്നുള്ളതിന് വേറൊരു ടെക്നിക്കുണ്ട്. അത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇത് മൊത്തത്തിലൊരു ഭാവം, 7ാം ഭാവം എന്നെടുക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വിവാഹം ആയിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ആ ഭാവം അതിനെ നിങ്ങൾ തേടി പോണമെന്ന്. കല്യാണം നിങ്ങൾ തേടി തന്നെ അലഞ്ഞ് തിരിഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യണം. നിങ്ങളെ തേടി വരാൻ പാടാണ്. ഇത് പെണ്ണുങ്ങളുടെ കേസാണെങ്കിലോ അതെ, ഒന്ന് ആലോചിക്കുക. പെണ്ണുങ്ങള്, സ്ത്രീകൾ, പെൺകുട്ടികള് വരനെ തേടി പോകേണ്ട ആവശ്യം തന്നെ കിട്ടാൻ സാധ്യത കുറയും. അതേപോലെ ഒരു ജോബ് തന്നെ ചെയ്യണമെങ്കിൽ കസ്റ്റമർ കിട്ടാനായിട്ട് നമ്മൾ തന്നെ ട്രൈ ചെയ്യേണ്ട വരും. ഈ സൂര്യൻ 7ലിരുന്ന നഷ്ടാർത്ഥമാണെങ്കിൽ, എന്തെങ്കിലും കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ തന്നെ ഇറങ്ങി ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ മറ്റുള്ള രീതിയിൽ, ലീഗലായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യം വരും. ഇത്തരത്തിൽ ഏത് ഭാവത്തിൽ ഇരിക്കുന്നുവോ ആ ഭാവത്തിന്റെ ഫലം കിട്ടാൻ വേണ്ടി നിങ്ങൾ തേടി പോകേണ്ടി വരും സൂര്യൻ നിന്ന്. അതിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നിർത്താം, അല്ലെങ്കിൽ വീഡിയോ ലോങ് ആയിപ്പോ. കാലാത്മാ ദിനഹത് മനത്തുവിനോ സത്യം ഓരോ ജീവോ ജ്ഞാന സുഖോ സിതാസമാധാന ദുഃഖം ദിനേശാത്മജ. പിന്നെ അതങ്ങനെ പറഞ്ഞതിന് ശേഷം രാജാനോ രവി ശീതകു എന്നങ്ങനെ പറഞ്ഞു. അപ്പൊ രാജാവാണ് സൂര്യനാണ് രാജാവാണ്. ഒരു വീട്ടിലെ കുടുംബനാഥനാണ്. ഒരു ഓഫീസിലെ മേധാവിയാണ്. ഇനിയിപ്പോ ഒരു കോടതിയാണെങ്കിൽ അവിടുത്തെ മെയിൻ ജഡ്ജാണ്. ഒരു കളരിയാണെങ്കിൽ അതിലെ ഗുരുക്കളാണ്. എവിടെയാണോ നിങ്ങൾ ചെല്ലുന്നത്, ഒരു ബാങ്കിലാണെങ്കിൽ മാനേജറാണോ, അധികാരത്തിന്റെ ഔന്നിത്യം ഉള്ള ഏതിടത്തിലാണോ ആ ഇടത്തിൽ അധികാരത്തിന്റെ ഔന്നിത്യതാണ് ഉള്ള ആളാണ് സൂര്യൻ. നിങ്ങൾക്ക് നേരെ ചെന്നിട്ട് ഓടി ചെന്നിട്ട് രാജാവിനെ കാണാൻ പറ്റത്തില്ല. ഒരു കമ്പനി ചെന്നിട്ട് അതിന്റെ മേധാവിയെ കാണണമെങ്കിൽ നിങ്ങളെ വന്നവർ കാണാൻ സാധ്യത കുറവ്. നിങ്ങൾ കഷ്ടപ്പെട്ട് പോകേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആ ഹോരയിലുള്ള പ്രമാണം രാജാനൗ രവിശീതകുക്ഷിതി സുതൗ നേതാ കുമാരൗ ബുധൗ സൂര്യർദാനവ പൂജിതശ്ച സജീവ പ്രേഷ്യ സഹസ്രാംശുച എന്ന പ്രമാണം ഓർത്താൽ അത് വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോണല്ല.
ഈ കാര്യങ്ങളും കൂടി ഡീകോഡ് ചെയ്ത് ചിന്തിച്ച് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സൂര്യൻ നിൽക്കുന്ന ഭാവത്തിന്റെ ബലം നിങ്ങൾക്ക് തന്നെ വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ സൂര്യൻ നിൽക്കുന്ന ഭാവം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അതങ്ങനെ. ഇനിയിപ്പോ സൂര്യൻ ഉച്ചമായിട്ടാണ് നിൽക്കണമെങ്കിൽ നിങ്ങൾ ചെന്നാൽ മതി. ജസ്റ്റ് ഒന്ന് ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നു പറയില്ലേ. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കാണാൻ പോയ സമയത്ത് എത്ര നാളായി കാത്തിരിക്കുന്നു, ഇവിടെ വാ എന്നും പറഞ്ഞ് അമൃത സ്പർശനം കൊടുത്ത മാതിരി കാത്തിരിക്കും. നിങ്ങൾ വലിയൊരു ആളെ കാണാൻ പോകണമെങ്കിൽ നിങ്ങളവിടെ ചെന്നാൽ മതി. അപ്പൊ തന്നെ നിങ്ങളെ ഈ രണ്ട് കൈയും നീട്ടി വളരെ അധികം സന്തോഷിപ്പിച്ച് സ്വീകരിക്കും. നീചത്തിലാണെങ്കിലോ ഒരു പ്രാവശ്യം പോകേണ്ടതിന് വരെ നിങ്ങൾ 6 പ്രാവശ്യം പോകേണ്ട വരും. ആദിത്യൻ 6, സൂര്യൻ 6 കാലം. 6 പ്രാവശ്യമെങ്കിലും മിനിമം നിങ്ങളായിട്ട് നടത്തിക്കാൻ സാധ്യതയുണ്ട്. 6 എന്നുള്ളത് നീചം വന്നു കഴിഞ്ഞാല് ഇതിന്റെ ബലം ഒട്ടുമില്ല എന്നർത്ഥം. ഒച്ച, ത്രികോണ, സ്വസ്, സുഹൃ, ബന്ധു, ശത്രു അങ്ങനെ പറഞ്ഞിട്ട് ഒരു പ്രമാണം തന്നെ മാനസായിരിയിലൊക്കെ പറയുന്നുണ്ട്. ഉച്ചസ്ത്രികോണ സ്വസുഹൃ ശത്രു സമാസ്ഥാപര എന്ന് പറയുന്ന പ്രമാണം നിങ്ങൾ ഓർത്താൽ മതി. ഉച്ചമാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ബലമാണ്. മൂലത്രികോണമാണെങ്കിൽ 1.5 എന്ന് പറയും. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണത. പൂർണ്ണതിനേക്കാളും ഇരട്ടിയാണ് ഉച്ചമാണെങ്കിൽ. അതിനേക്കാളും ഒരു അല്പം താഴെയാണ് മൂലത്രികോണം. സൂര്യൻ നിൽക്കുന്ന മൂലത്രികോണമാണെങ്കിലും നിങ്ങൾക്ക് ഗുണം കിട്ടും. ഉച്ചരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോഴും ഗുണം കിട്ടും. ഇത് ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ പോവുകയോ രാഹുവായിട്ട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തേടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല. വേറെ പല ആൾക്കാരെയും കണ്ട് കൈമണിയൊക്കെ കൊടുത്തിട്ട് വേണം ചെല്ലേണ്ട. ഒരു ഓഫീസ് തന്നെയാണെങ്കിലും എടുത്തു. അങ്ങനെ വഴിതെറ്റിക്കപ്പെടും വേറെ ആളുകളാൽ. കേതുവാണെങ്കിലും അങ്ങനെ ലക്ഷ്യം നേടി പോവും. ആ ഭാവത്തിന്റെ ലക്ഷ്യം നേടി പോയാലും വേറെതായിരിക്കും നിങ്ങൾക്ക് കിട്ടുക, പരിവർത്തനം ഉണ്ടെങ്കിലൊക്കെ. അപ്പൊ അത് സ്പെഷ്യാലിറ്റീസ് ഓഫ് സൂര്യ നോക്കേണ്ട വരും. ആ ആസ്പെക്ട്സ് നോക്കേണ്ട വരും. അതിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടികളുണ്ടോ നോക്കേണ്ട വരും, പൊസിഷൻ നോക്കേണ്ട വരും, ബലം നോക്കേണ്ട വരും. പക്ഷെ കോമൺ ആയിട്ട് ഈ ഒരു ലോ നിങ്ങൾ ഓർത്തിരുന്നാൽ പെട്ടെന്ന് ഒറ്റയടിക്ക് നോക്കുമ്പോൾ സൂര്യൻ നിൽക്കുന്ന ഭാവമാണല്ലോ, നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതിന്റെ ബലം മൊട്ടയായിട്ട് പ്ലെയിനായിട്ട് പറയാൻ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എത്രാം ഭാവമാണ് സൂര്യൻ നിൽക്കുന്നത്, സൂര്യനെ കൂടെ വേറെ ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടോ, സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം ഏതാണ്, ആ നക്ഷത്രത്തിന്റെ അധിപൻ എത്രയിൽ നിൽക്കുന്നു, സൂര്യൻ നിൽക്കുന്ന ഭാവത്തിന്റെ അധിപൻ ആരാണ്, അതായത് ആശ്രയനാഥൻ, ആശ്രയനാഥൻ എത്രയിൽ നിൽക്കുന്നു, ആശ്രയനാഥൻ നിൽക്കുന്ന ക്ഷേത്രം ഭാവാൽ എത്രാമത്തെ ഭാവമാണ്, കഷ്ടസ്ഥാനങ്ങളാണോ ഇഷ്ടസ്ഥാനങ്ങളാണോ സമസ്ഥാനങ്ങളാണോ എന്ന് നോക്കുകയും ആ രാശി ശത്രുക്ഷേത്രം പോലുള്ള ബലം കുറഞ്ഞ രാശിയോ ദിഗ്ബലമുള്ളതോ അങ്ങനെ ഷഡ്ബലങ്ങളെയൊക്കെ പരിഗണിച്ചിട്ട് വേണം അതിന്റെ ബലത്തെ പൂർണ്ണമായി കൊള്ളാൻ. അപ്പൊ സൂര്യൻ നിൽക്കുന്ന ഭാവത്തിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ആ ഭാവത്തിന്റെ ബലം എടുക്കുകയും നിങ്ങൾ അതിൽ ഔന്നിത്യം നേടുകയും വേണം. ഒരു ഭാവത്തിന്റെ ബലം കിട്ടില്ല എന്നും പറഞ്ഞ് ചുമ്മാ ഇരിക്കേണ്ട. സൂര്യൻ നിൽക്കുന്ന ഭാവമാണെങ്കിൽ യു ട്രൈ, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഇന്നൊക്കെ എല്ലാവർക്കും ഒരു കൂടി ഓം പ്രത്യക്ഷരായ നമഃ.